ശ്രീലങ്കയിലെ കാൻഡി പട്ടണത്തിലെ കാൻഡി ലേക്കാണ് കാണുന്നത്. Hey friends, welcome back to Zach's Varieties. കാൻഡിൻ്റെ സിറ്റി ടൂറാണ്. നമ്മുടെ ശ്രീലങ്കയിലൊരു മെയിൻ ഒരു നഗരമാണ് കാൻഡി. അപ്പോൾ കാൻഡിയിലെ ഒരു സിറ്റിയിലെ കാഴ്ചകളാണ് നമ്മളുടെ കാഴ്ച. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാനിപ്പോൾ ഉള്ളത് ശ്രീലങ്കയിലെ മധ്യപ്രവിശ്യയിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് കാൻഡി. കാൻഡിയിലെ സിറ്റിയിലേക്ക് പോവാണ്. ഒരു മലൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ ഓട്ടോ ഇറങ്ങി വരികയാണ്. ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട്, ഈ സിറ്റി കംപ്ലീറ്റ് ഒന്നിങ്ങനെ കാണാം. കാൻഡി പീഠഭൂമിയിലെ കുന്നുകൾക്കിടയിലാണ് ഈ കാൻഡി നഗരം സ്ഥിതി ചെയ്യുന്നത്. ഈ കാൻഡി പ്രധാനമായും തേയില ഉള്ളൊരു സ്ഥലമാണ്. ഞാനിപ്പം മല ഇറങ്ങി വന്ന് ഇപ്പം സിറ്റിയിലെത്തിയിരിക്കുന്നു. നമുക്കിനി സിറ്റി ഒന്ന് കംപ്ലീറ്റ് ഒന്ന് കറങ്ങി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാ ഭാഗവും ഒന്ന് വീക്ഷിക്കുക, ഈ സ്ഥലങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളും. കാൻഡിൻ്റെ വിസ്തീർണം 28.5 കിലോമീറ്റർ സ്ക്വയർ ആണുള്ളത്. ഈ കാൻഡിയിൽ ആകെ 1,25,400 ആളുകളുള്ളത്. കാൻഡീൻ്റെ മുമ്പത്തെ പേര് കട്ടുബുലു നുവാര എന്നായിരുന്നു. ഇവിടുത്തെ രാജാവിൻ്റെ സിംഹാസനവും മറ്റൊക്കെ ഇരുന്ന് നമ്മുടെ കൊളംബോ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. 1469 മുതൽ 1818 വരെ കാൻഡി രാജ്യത്തിൻ്റെ സിംഹള രാജവാഴ്ചയുടെ അവസാന തലസ്ഥാനമായിരുന്നു ഈ കാൻഡി. ഇപ്പോൾ ഈ ഇതാണ് ഇവിടുത്തെ കാൻഡി ലേക്ക് എന്നറിയും. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഓട്ടോക്കാരൻ നിർത്താറുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രസിദ്ധമായ കാൻഡി ലേക്ക്. പല്ലിൻ്റെ തിരുശേഷിപ്പ് ക്ഷേത്രം എന്ന് പറഞ്ഞ ഒന്നുണ്ട് ഇവിടെ. അത് 1988 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ അംഗീകരിച്ച സ്ഥലമാണ് അത്. ഇപ്പം നമ്മൾ ഓട്ടോ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. ഇതിവിടെ കാൻഡിയിലത്തെ ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ എല്ലാ ടൂറിസ്റ്റേഴ്സും വരും. അത് ഇവിടുന്ന് ഒരു കാഴ്ച. മുമ്പ് ഞാൻ ഭൂട്ടാനിലൊരു കാഴ്ച കാണിച്ചിരുന്നു, അതേപോലെ തന്നെ അത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ടൂറിസ്റ്റേഴ്സിനെ കൊണ്ട് നിറഞ്ഞൊരു ഭാഗമാണ്. ഇവിടുന്ന് ഇങ്ങനെ കംപ്ലീറ്റ് കാൻഡി പട്ടണം ഇങ്ങനെ മൊത്തം ഇങ്ങനെ കാണാം. ശ്രീലങ്കയിലെ കാൻഡി പട്ടണത്തിലെ കാൻഡി ലേക്കാണ് കാണുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ലേക്ക് ഉണ്ടല്ലേ, നല്ല രസമായിട്ട്. അത് കഴിഞ്ഞ് ഈ ഒരു ലേക്കിനോട് ചുറ്റുമായിട്ടാണ് ഈ ഒരു പട്ടണം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധൻ്റെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങ് ദൂരെ ശരിക്കും നോക്കിയാൽ കാണാം ബുദ്ധൻ്റെ അമ്പലം. ഇവിടെ സ്റ്റാർ ഹോട്ടലുകളുണ്ട്, പിന്നെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി കെട്ടിടമുണ്ട്. നല്ല കാലാവസ്ഥയാണ്, അതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട്. അങ്ങ് ദൂരെ ഞാൻ സൂം ചെയ്യുന്നില്ല. ഇതാണ് ബുദ്ധൻ്റെ ആ ഒരു അമ്പലം. അന്ന് നമ്മൾ പോയിരുന്ന കണ്ടില്ലേ, ഈ ഒരു കാണുന്നതാണ്. അത് ക്യാൻറ്റീനിൽ എവിടെ നോക്കിയാലും കാണാമെന്ന് അങ്ങനെ അതിൻ്റെ ഇതുള്ളത്.
ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ്, ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം. ഞാൻ അങ്ങനെ കയറ്റം കയറി അങ്ങനെ പോകുന്നൊരു ഏരിയയാണ് ആ ഒരു ഏരിയ. അങ്ങനെ റോഡങ്ങനെ പോകുന്നുണ്ട്. ഈ തേയില കൂടുതലുള്ള സ്ഥലമാണ് ഈ കാൻഡി പട്ടണം. ഇതൊക്കെ ശ്രീലങ്കക്കാരികളാണ്. ഇവിടെ കാറുകളൊക്കെ വന്ന് നിർത്തിയിട്ടിട്ട് സൈഡിൽ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസുകാർക്കൊന്നും വലിയ പണിയൊന്നുമില്ല ഇവിടെ. ഒരു സാധാരണ ട്രാഫിക് പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാനില്ല. കുറച്ച് ഡീസൻ്റ് ആൾക്കാരാവുന്നുണ്ട് ഇവിടെ ലൈറ്റങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഓട്ടോറിക്ഷകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ടൂറിസ്റ്റുകൾ മൊത്തം വന്നിട്ട് ഈ ഒരു ഭാഗത്താണ് നന്നായിട്ട് അടിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇവിടുന്ന് ഈ ലേക്കും ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും ഒക്കെ കംപ്ലീറ്റ് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നൊരു ഭാഗമാണ്. അത്രയും ഹൈറ്റിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. ശ്രീലങ്കയിലെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റൊക്കെ ഒരു പ്രത്യേക മോഡലിലാണ്. അത് നമുക്കൊന്ന് കാണാം. ഇതൊരു വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടോളൂ. ഇത് ശ്രീലങ്കയിലെ കോഡാണ്. CP എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രൊവിൻസ്, പിന്നെ NP നോർത്ത് പ്രൊവിൻസ്, സൗത്ത് പ്രൊവിൻസ്, ഈസ്റ്റ് പ്രൊവിൻസ്, വെസ്റ്റ് പ്രൊവിൻസ്, ഇതൊക്കെ ഇവിടുത്തെ പ്രൊവിൻസാണ്. പിന്നെ മറ്റേത് AAC നമ്മുടെ കോഡ്, പിന്നെ നമ്പർ, അങ്ങനെയാണ് ഇവിടുത്തെ നമ്പറുകൾ. ഇനി വേറെ ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം. NC നോർത്ത് സെൻറ്റർ. അപ്പം അങ്ങനെയുണ്ട്. അതായത് ഈ കാൻഡി എന്ന് പറഞ്ഞാൽ കാൻഡി നോർത്ത് സെൻട്രൽ. Including the three districts for the central province, Mathare, Kandy and Nuwara. Jaffna is a north province. North province. Yes. Colombo, Western. Yeah. How many provinces Sri Lanka? In Sri Lanka, including 9 provinces. Yeah. So easy to control the every places. That's why we have to provide for the 9 provinces. Western, North Central, Poor, Vayamba, Central, South, North East, and East. Total 9. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ നമ്പറുകളൊക്കെ. പിന്നെ ഈ ഓട്ടോറിക്ഷയ്ക്ക് പച്ച, ചോപ്പ്, നീലയൊക്കെ ഉണ്ട്. അതൊക്കെ കമ്പനിക്കാർ അവിടുന്ന് ഇന്ത്യയിൽ, ദിസ് ഫ്രം ഓൾ ഇന്ത്യയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കളറിൽ ഇവിടെ വിടും. അല്ലാണ്ട് ടാക്സിക്ക് പ്രത്യേക കളറിൻ്റെ യാതൊരു ആവശ്യമില്ല. അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ഇതിനോട് ടുക് ടുക് എന്നാ പറയുക, നമ്മൾ അറബി നാട്ടിൽ പറയുന്ന പോലെ തന്നെ. ഇതുണ്ട് ഇനി പല കളറാണ്. റെഡ്, ഒരു 4 കളർ ഇപ്പം തന്നെ കാണിച്ചു തരാം. ഞാൻ പാർക്ക് ചെയ്തവിടെ ഇതുണ്ടല്ലേ. ഇതൊരു ബ്ലൂ, ഇതൊരു ഗ്രീൻ, അതൊരു ബ്ലൂ, അത് റെഡ്, ഇങ്ങനെ 4 കളർ. ഇതിന് പുറമെ ഇനി വേറെയും കളറുണ്ട് കേട്ടോ. ബ്ലാക്ക് വേറെ ഉണ്ട്. പിന്നെ ബട്ടറിൻ്റെ കളറുണ്ട്. അങ്ങനെ ഒരുപാട് കളറുകളുണ്ട്. യൂറോപ്യന്മാരെല്ലാവരോടും ഒരു സെൽഫി എടുക്കുക. ഇഷ്ടംപോലെ യൂറോപ്യന്മാരുണ്ട് ഇവിടെ. ഒരാണ് കൂടുതലുള്ളത്. ഇന്ത്യക്കാരെ തീരെ കാണാനില്ല. അപ്പം ഞാൻ ഇവരപ്പോൾ ഒരു സെൽഫിക്ക് പോസ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.